നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ലോകമൊന്നടങ്കം ശ്രദ്ധിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ത് എന്ന്. അത്രയേറെ കരുത്തുറ്റ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്നതാര് എന്നുള്ളത് ലോക വിഷയമായിരിക്കുന്നു എന്ന് ചുരുക്കം. എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം കേരളത്തിലെ ഓരോ രാഷ്ട്രീയ മുന്നണികളുടെ മുന്നേറ്റത്തെക്കുറിച്ചും തളർച്ചയെക്കുറിച്ചും ഉയർന്നു വരുന്ന വിഷയങ്ങളെക്കുറിച്ചും. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റായി ചേരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ, രാഷ്ട്രീയ നിരൂപകൻ. ഒപ്പം കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ വി എസ് രാജേഷ്. ഇരുവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്, ഒപ്പം പ്രേക്ഷകർക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു കൊല്ലം മണ്ഡലത്തെക്കുറിച്ച്. കൊല്ലം, അതെ, ഇടത് കോട്ടയായിരുന്നു. എന്നാൽ ഇടത് മുന്നണിക്ക് പിന്നീട് വലിയ തലവേദനയായി മാറി. അതിന് അവരുടെ കയ്യിലിരിപ്പിന് തന്നെ കുറ്റം പറയേണ്ടേ എന്ന ചോദ്യം തള്ളിക്കളയാനുമാകില്ല. എൻ കെ പ്രേമചന്ദ്രൻ തുടർ വിജയങ്ങൾ നേടി മുന്നോട്ട് കുതിക്കുന്ന മണ്ഡലം. ആദ്യം അദ്ദേഹം LDFിൻ്റെ ഭാഗമായി MP ആയി, മന്ത്രിയായി, പിന്നീട് വീണ്ടും UDF കോട്ടയിലെത്തി UDFനെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചു വരുന്നു. വീണ്ടും അദ്ദേഹത്തിന് തന്നെയാണ് സാധ്യതയെന്ന് വിലയിരുത്തൽ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന ചൊല്ല്. എന്തായാലും പ്രേമചന്ദ്രനെ ജയിപ്പിച്ചവർക്ക് മറ്റൊരാളെ വേണ്ട എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത്? അല്ല, പ്രേമേന്ദ്രൻ തന്നെ കൊല്ലത്തുകാരനല്ല. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം സ്വദേശിയാണ്. അദ്ദേഹം ഇല്ലം വേണ്ട എന്ന് കരുതി കൊല്ലത്ത് പോയി അവിടെ സ്ഥിരതാമസമാക്കി അവിടെ പാർലമെൻറ്റ് മെമ്പറായ ആളാണ്. പ്രേമേന്ദ്രൻ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതാണ്. പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, പിന്നെ പാർലമെൻറ്റ് മെമ്പറായി, പിന്നെ നിയമസഭാംഗമായി. ആദ്യം ലോക്സഭയിലായിരുന്നു, പിന്നെ രാജ്യസഭയിലായി, പിന്നെ നിയമസഭാംഗമായി. അത് കഴിഞ്ഞ് ആ കൂട്ടത്തിൽ മന്ത്രിയായി. മന്ത്രിസ്ഥാനം കഴിഞ്ഞ് വീണ്ടും പാർലമെൻറ്റിൽ ലോക്സഭയിലേക്ക് തന്നെ തിരിച്ചു പോയ ആളാണ്. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയാണ്. RSPയുടെ ഒരു കോട്ടയാണ്. അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു കൊല്ലം. പിന്നീട് RSP എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ക്ഷയിച്ചു പല കാരണങ്ങൾ കൊണ്ട്. ശ്രീകണ്ഠൻ നായർ, ബേബി സാർ, TK ദിവാകരൻ, ഇങ്ങനെ ശക്തരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിരുന്നു അവർ, UTUC. പക്ഷേ പിന്നീട് RSP താരതമ്യേന അതിൻ്റെ ആ ഒരു സ്വാധീന മേഖല കൊല്ലം പട്ടണത്തിൽ, ചവറ, നീണ്ടകര, കുണ്ട്ര, ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് പരിമിതപ്പെട്ടു. വളരെ കാലം ശ്രീകണ്ഠൻ നായരാണ് ഈ മണ്ഡലത്തെ പ്രതികരിച്ചത്. 1980 അദ്ദേഹം ആദ്യമായിട്ട് തോൽക്കുന്നത്. അദ്ദേഹം തോറ്റു. അവിടെ BK നായർ വിജയിച്ചു. 84 പിന്നീട് 3 തവണ S കൃഷ്ണകുമാർ വിജയിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിനെ വീഴ്ത്തിക്കൊണ്ടാണ് പ്രേമേന്ദ്രൻ്റെ തിരിച്ചുവരവ്. അങ്ങനെയാണ് RSPയുടെ തിരിച്ചുവരവ്. പ്രേമേന്ദ്രൻ്റെ തുടക്കം അങ്ങനെയാണ്. അത് 1996 98 തെരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രൻ തന്നെ അവിടുന്ന് വിജയിച്ചു. 99 ആയപ്പോഴത്തേക്ക് RSP പിളർന്നു എന്ന കാരണം പറഞ്ഞ് CPM ആ സീറ്റ് ഏറ്റെടുത്തു. അങ്ങനെ 99 2004 P രാജേന്ദ്രൻ വിജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനിടയ്ക്ക് ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ CPI-CPM ബന്ധം വഷളായി 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ എതിരായി. അങ്ങനെ CPM-CPI ബന്ധം മോശമായി ഇരിക്കുന്ന സമയത്താണ് പീതാംബരക്കുറുപ്പ് ജയിക്കുന്നത്. അപ്പോഴും RSP LDFിൽ തന്നെയാണ്. അന്ന് പ്രേമേന്ദ്രൻ മന്ത്രിയുമാണ്. അത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചവറയിൽ പ്രേമേന്ദ്രൻ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിലേക്ക് വരുന്നത്. 2014 തെരഞ്ഞെടുപ്പിലാണ്. 14 പീതാംബരക്കുറുപ്പ് മറ്റ് വിഷയത്തിൽപ്പെട്ട് പുള്ളി മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. LDF ആ സീറ്റ്, CPM ആണ് 2 തവണയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, സിറ്റിംഗ് സീറ്റാണ്. അവർ തന്നെ വീണ്ടും മത്സരിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ തവണയും RSP ഈ സീറ്റ് ചോദിക്കും. അതൊരു ചടങ്ങാണ്. ഞങ്ങൾ കൊല്ലം സീറ്റ് തിരിച്ചു തരണം എന്നവർ ആവശ്യപ്പെടും. ഇടതു മുന്നണി കൂടുമ്പോൾ CPMകാർ കുറച്ചധികം നേരം ആലോചിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ തരാൻ നിവൃത്തിയില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ആലോചിക്കാം എന്ന് പറയും. RSPക്കാർ അതിന് സംതൃപ്തരാകും. ഇതാണ് സാധാരണ ചടങ്ങ്. പക്ഷേ ആ തവണ ഇടതു മുന്നണി യോഗം ചേർന്ന് ആത്യന്തികമായിട്ട് RSPക്ക് സീറ്റ് ഇല്ല എന്ന് പറയുന്നതിന് മുമ്പ്, അതിൻ്റെ തലേ ദിവസം CPM സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. കൊല്ലത്തെ RSP ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ സഖാബി MA ബേബിക്ക് അരിവാൾ ചുറ്റുക നക്ഷത്ര അടയാളത്തിന് വോട്ട് ചെയ്യുക എന്ന് എഴുതി വെച്ചു. അപ്പോൾ RSPക്കാർ തീർച്ചയായിട്ടും പ്രകോപിതരായി. കാരണം സീറ്റില്ല എന്ന് പറഞ്ഞേക്ക് മുമ്പായിട്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ശരിയല്ല. അത് ഒരു വലിയ വിഷയമായി. RSPക്കാർ കാര്യ എണ്ണത്തിന് കുറവാണെങ്കിലും വലിയ വാശിക്കാരാണ്. വാശിയുള്ള ഒരു വർഗമാണ് RSP. അവർ പെട്ടെന്ന് യോഗം ചേർത്ത് RSP സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല പ്രേമേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോഴും പ്രേമേന്ദ്രൻ ഒരു വെറും
ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലെ പരിമിതമായ ഒരു പിന്തുണയിൽ മത്സരിക്കുമെന്നല്ലേ വിചാരിക്കാൻ പറ്റും. പക്ഷേ അന്ന് രാത്രി UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. പ്രേമേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ UDF പിന്തുണയ്ക്കും. അത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും KPC പ്രസിഡന്റ് VM സുധീരനോട് ചേർന്ന് അവർ തമ്മിലും മറ്റു പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അത്ഭുതകരമായ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കി. ഷിബു ബേബി ജോണും അതനുസരിച്ച് സന്ദർഭത്തിനൊത്ത് ഉയരുകയും ചെയ്തുകൊണ്ട് ഈ രണ്ട് RSP കൂടി തമ്മിൽ യോജിക്കുകയും സംയുക്ത RSP സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ മത്സരിക്കും. UDF അദ്ദേഹത്തിന് ഒരു വളരെ ഹോൾ ഹാർട്ടഡായിട്ട് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് പ്രേമേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോഴും അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ മണ്ഡലം പുനർവിഭജിച്ചു. പഴയ കൊല്ലം അല്ല ഇപ്പോഴത്തെ കൊല്ലം. പണ്ട് കൊല്ലത്തിൻ്റെ ഭാഗമായിരുന്ന ഈ കുന്നത്തൂർ നെടുവത്തൂർ ഒക്കെ പോയി. തൽസ്ഥാനത്ത് ഈ CPIയുടെ കോട്ടകളെന്ന് പറയാവുന്ന ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ മണ്ഡലങ്ങളൊക്കെ വന്നു. മാത്രമല്ല കരുനാഗപ്പള്ളി വിട്ടുപോയി. അപ്പോൾ ചവറ, കുണ്ട്ര, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ ഇങ്ങനെയായി. അപ്പോൾ ആ മറ്റേ ഏരിയയിലേക്ക് RSP എന്നുള്ള വാക്ക് പോലും ആരും കേട്ടിട്ടില്ലേ. അത് കിഴക്കൻ ഭാഗത്ത്. അതെ, അങ്ങനെ ഒരു വലിയ ഹാൻഡിക്യാപ്പ് കൂടിയുണ്ട്. അവിടെ കോൺഗ്രസ് താരതമ്യം ദുർബലമാണ്. എപ്പോഴും LDF മാത്രമേ ജയിക്കുന്ന ഏരിയ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും പ്രേമേന്ദ്രൻ വിജയിച്ചു എന്നുള്ളതാണ്. പ്രേമേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇത്ര വലിയ വിജയം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇന്ത്യ വിഷനിലെ ചർച്ചയ്ക്ക് വീണ ജോർജ് അന്ന് അവതാരകയാണ് പ്രേമേന്ദ്രനെ വിളിച്ചു. പ്രേമേന്ദ്രൻ വരാമെന്നും പറഞ്ഞു. പക്ഷേ തലേ ദിവസം അദ്ദേഹം പിന്മാറി. ആ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ തലേ ദിവസത്തെ ഒരു മാനസിക സമ്മർദ്ദം കാരണം. പക്ഷേ വീണ ജോർജ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നാളെ ജയിച്ചതിന് ശേഷം വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രേമേന്ദ്രൻ നാളത്തെ കാര്യം എന്ന് പറഞ്ഞു. കാരണം നാളെ ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇദ്ദേഹം എല്ലാ സ്ഥലത്തും ലീഡ് ചെയ്യാൻ തുടങ്ങി. അന്നലെ പരനാറി പ്രയോഗമൊക്കെ ഉണ്ടായത്. പരനാറി പ്രയോഗം അതിലൊരു വലിയ ഘടകമായിരുന്നു. പരനാറി പ്രയോഗം ഇല്ലായിരുന്നെങ്കിൽ ബേബി ജയിക്കും. ബേബിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത് ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തത് VS ആണ്. അന്ന് അവിടെ പുഴി വാരിട്ടത്തായിട്ടായിരുന്നു. അത്ര വലിയ ജനമായിരുന്നു. CPI CPM ഏറെക്കുറെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴാണ് ഇതിങ്ങനെ ഇടുത്തി പോലെ പരനാറി പ്രയോഗം വരുന്നത്. അത് ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം ഈ പ്രയോഗം നടത്തി എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് ആളുകളുടെ ഒരു വിപരീത ചിന്താഗതിയുണ്ട്. പ്രേമേന്ദ്രനോടൊരു വലിയൊരു ഒരു താല്പര്യം കൂടി അതിലൂടെ. പ്രേമേന്ദ്രനോട് ആളുകൾക്ക് അതുവരെ ഉണ്ടായിരുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളും മാഞ്ഞു പോവുകയും ഈ കണ്ണൂർ ജില്ലക്കാരനായ പിണറായി വിജയൻ ഇവിടെ വന്ന് കൊല്ലത്തുകാരനായി മാറിയ പ്രേമേന്ദ്രനെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു കൊല്ലംകാരൻ ഒരു വികാരം അവിടെ ഉരുത്തിരിഞ്ഞ് വരികയും. ശരിക്കും ബേബിയുടെ ഒരു തട്ടകം കൂടെ ആയിരുന്നു കൊല്ലം. പ്രാക്കുളത്തുകാരനാണ് ബേബിയുടെ ശരിക്കുള്ള തട്ടമാണ്. ബേബി ശരിക്കും കൊല്ലംകാരനല്ല, പ്രാക്കുളംകാരനാണ്. പക്ഷെ ബേബിയെ തോൽപ്പിക്കാൻ വേണ്ടി വിജയൻ മനഃപൂർവ്വമായിട്ട് ചെയ്താണെന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. ഈ രാഷ്ട്രീയത്തിനകത്തുള്ള അന്തർനാടകങ്ങൾ അറിയാവുന്നവർക്ക് അതിൽ വലിയ അത്ഭുതം തോന്നില്ല. കാരണം ബേബി ജയിച്ച് അവിടെ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാവും. ഒരുപക്ഷെ കാലത്തിന് ഒരു നോൺ കോൺഗ്രസ് ആൻറ്റി BJP സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ CPMന് വേണ്ടിയിട്ട് ബേബി അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമായിരുന്നു. ബേബി കേന്ദ്രമന്ത്രിയാവുന്ന ചില കേന്ദ്രത്തിൽ മാനവശേഷി വികസനമോ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് ഗുപ്ത പോലെ വല്ല ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇനിയിപ്പോ വീണ്ടും സാധ്യതയുണ്ടോ ബേബിക്ക്? അങ്ങനെയാണെങ്കിൽ ബേബിയുടെ കംപ്ലീറ്റ് താല്പര്യം പാർലമെന്ററി രാഷ്ട്രീയത്തോട് തന്നെ അദ്ദേഹത്തിന് വെറുപ്പായി. പുള്ളി സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഭഗവാൻ ശ്രീബുദ്ധന്റെ പോലെ ബോധിവൃക്ഷ ചോട്ടിൽ പോയിരിക്കുകയാണെന്നാണ് നമ്മൾ കേട്ടത്. അല്ല, അന്ന് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. അത് വലിയ പ്രശ്നമായല്ലോ. MLA സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. പാർട്ടിയുടെ അനുവാദം ചോദിച്ചു. പാർട്ടി അനുവാദം കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ പോകാതിരുന്നു. പിന്നീട് പാർട്ടി നിർബന്ധിച്ചപ്പോൾ നിയമസഭയിൽ പോയി. പക്ഷേ അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാൻ വിസമ്മതിച്ചു. ഇങ്ങനെ പല നാടകങ്ങളും ഇതിനിടയ്ക്കുണ്ടായി. പക്ഷേ പ്രേമേന്ദ്രന്റെ പ്രീതി കൂടി വരും. അടുത്തവണ ബാലഗോപാലിനോട് മത്സരിച്ച് ബാലഗോപാലിനോട് മത്സരിച്ചപ്പോൾ വളരെ ഏകപക്ഷീയമായി. കാരണം അത് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 7 മണ്ഡലത്തിലും LDFാണ് ജയിക്കുന്നത്. കരുനാഗപ്പള്ളി ഇല്ല, മറ്റേ ചവറ, കുണ്ട്ര, അതുപോലെ കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ 7 സ്ഥലത്തും LDFിൻ്റെ MLAമാരായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ വ്യത്യാസം 1,76,000 വോട്ടായിരുന്നു LDF UDF തമ്മിൽ. പക്ഷെ പ്രേമേന്ദ്രൻ വന്നപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറുകയാണ്. പ്രേമേന്ദ്രന് ഇക്കുറി ഒരു ചാഞ്ചാട്ടം ഉണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം
പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച വിരുന്നിലാണെങ്കിലും അദ്ദേഹം പങ്കെടുത്തു. കാരണം ഇത്ര പലതവണ MP ആയി, ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും വന്നു, കേരളത്തിൽ മന്ത്രിയായി. പക്ഷേ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അന്നേരം ഈ ഒരു ടേമിൽ ഇപ്പോൾ ഒരുപക്ഷെ ഈ UDF കാൻഡിഡേറ്റായിട്ട് ജയിച്ച ശേഷം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ചാഞ്ചാട്ടത്തിന് തയ്യാറാവുമോ? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ഈ കാലാവധി കഴിഞ്ഞ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയെ ശരിക്കും കോർണർ ചെയ്ത് സംസാരിച്ച ഒരു അംഗം. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബലം അനുസരിച്ചിട്ടാണെങ്കിൽ 1 മിനിറ്റോ 1/2 മിനിറ്റൊക്കെ പ്രസംഗിക്കാൻ കിട്ടുള്ളൂ. പക്ഷേ കോൺഗ്രസ്സുകാരുടെ സമയം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കരുത്. കാരണം കോൺഗ്രസ്സിൽ ഈ അക്ഷരാഭ്യാസമുള്ളവരല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളാണല്ലോ അധികം പോയേക്കുന്നത്. ഞാൻ ആരുടെ പേര് പറയണില്ല. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ നിലയ്ക്ക് കഷ്ടിച്ച് ശശി തരൂർ ഒഴിച്ച് ആ നിലയ്ക്ക് ഇത്തവണയും അദ്ദേഹത്തിനോടുള്ള അല്ല, ഇത്തവണ കോൺഗ്രസ്സുകാരുടെ സമയം വിട്ടുകൊടുക്കാൻ ഒരാൾ വേണ്ടേ? എല്ലാ സ്ഥലത്തെയും എന്ന പോലെ കൊല്ലത്തും കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ. എല്ലായ്പ്പോഴും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രേമചന്ദ്രന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യവും 2 തവണയും നമ്മൾ കണ്ടു. അതെ, പ്രേമേന്ദ്രന് ശരിക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് ഓട്ടമുള്ള ഒരു സ്ഥലമാണ്. RSPയുടെ പഴയ പണ്ടാണ് ചവറപ്പാലം തൊട്ട് പേട്ടപ്പാലം വരെയാണ് RSP. ഇപ്പം പക്ഷേ അത് മാറി ചവറ അല്ല, നീണ്ടകര മുതൽ നീണ്ടകര വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിലാണ് അതെ RSP ഉണ്ടായിരുന്നത്. RSP പ്രേമേന്ദ്രൻ ആ ഒരു പരിമിതിയെ അതിജീവിച്ച് അങ്ങ് ആര്യനാട് വരെ ഇപ്പോൾ പുള്ളി ഒരു സ്വാധീന മേഖലയാക്കി എടുത്തു. MP ഫണ്ടിന് അപ്പുറത്തേക്ക് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ഭരണകർത്താക്കളുമായി ഒക്കെ ചർച്ച ചെയ്ത് സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. അല്ല, പ്രേമേന്ദ്രൻ്റെ ഒരു ക്വാളിറ്റി ആസ് എ മെമ്പർ, പാർലമെൻറ്റിൽ നന്നായിട്ട് സംസാരിക്കും, സഭ്യമായ ഭാഷയിൽ ഈ സർക്കാരിനെ പൊളിറ്റിക്കലായിട്ട് കോർണർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പാർലമെൻറ്റ് അംഗം എന്ന് വെച്ചാൽ ഈ KV തോമസ് മാഷൊക്കെ ചെയ്തിരുന്ന പോലെ ഡൽഹിയിലുള്ള എല്ലാ ഊടുവഴികളും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എവിടെ ഏത് ഓഫീസിൽ പോയി ആരുടെ അടുത്ത് പറഞ്ഞാൽ പൈസ അനുവദിക്കും, വികസനത്തിനുള്ള ഫണ്ട് എങ്ങനെ അനുവദിപ്പിക്കാം എന്ന് അദ്ദേഹത്തിന് അറിയാം. നമ്മുടെ മിക്ക മിപ്പന്മാർക്കും അതറിയില്ല. ഈ കേരള നിയമസഭയിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും മന്ത്രിയുടെ അടുത്ത് പറഞ്ഞാൽ മന്ത്രിമാർ സഹായിക്കും. കേന്ദ്രത്തിൽ മന്ത്രിമാർ വിചാരിച്ചാൽ പോലും പറ്റില്ല. അവിടെ ഈ സെൻട്രൽ സെക്രട്ടറിയിലിരിക്കുന്ന ബാബുമാരാണ്, അതായത് IAS കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവനെയൊക്കെ കണ്ട് ഒച്ചാനിച്ച് നിന്ന് കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കും. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിക്കും. അതൊക്കെ ഇതുപോലെ റെയിൽവേ മിനിസ്ട്രിയിൽ പോയിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് കൈയും കാലൊക്കെ പിടിച്ചാണ് ഈ പൈസ അനുവദിക്കുന്നത്. കൊല്ലം ബൈപ്പാസ് എത്ര കൊല്ലമായിട്ട് പണി തീരാതെ കിടന്നത്, TK ദിവാറിൻ്റെ കാലത്തോട്ട് കിടന്നിരുന്നല്ലേ. അത് പ്രേമേന്ദ്രൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് പൂർത്തിയായത്. പ്രേമേന്ദ്രൻ ഒരു സമയത്ത് ഉമ്മൻചാണ്ടി എടുത്തും മറ്റേ സമയത്ത് നരേന്ദ്രമോദി അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി എടുത്ത് പറഞ്ഞിട്ടും അത് ചെയ്യിച്ചു. അതുകൊണ്ട് അത് നടത്തും. അങ്ങനെ പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഈ പ്രേമേന്ദ്രൻ. ഒരു രീതിയിൽ അതേ സമയത്ത് മണ്ഡലത്തിലുള്ള എല്ലാ ചടങ്ങുകളിലും പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കച്ചു. കേരളത്തിൽ നിന്നുള്ള മികച്ച MP എന്നുള്ളതിനെക്കാട്ടി രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല പാർലമെന്ററിമാരിൽ ഒരാളാണ്. അവാർഡും അവരുടെ അവാർഡ് പലതവണ കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മണ്ഡലത്തിലെ ആൾക്കാരുമായിട്ട് നല്ല സൗഹാർദ്ദം, എല്ലാ ചടങ്ങുകളിലും പുള്ളി ഉണ്ടാവും. അഭിദിനത്തിനുണ്ടാവും, അന്നം ജയന്തിക്കും ഉണ്ടാവും, ചന്ദനത്തോപ്പ് വെടിവെപ്പിന്റെ വാർഷികത്തിനുണ്ടാവും, എല്ലാ സ്ഥലത്തും. അതെ, പിന്നെ സാന്നിധ്യമാണ്. പ്രതിപക്ഷ ബഹുമാനം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും അദ്ദേഹത്തിനെതിരെ നിലവിട്ട് പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിനൊക്കെ അദ്ദേഹം വളരെ സംയമനത്തോടു കൂടി പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഭരണപക്ഷത്തെ കോർണർ ചെയ്യുവാനും. ഈ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പുതിയതിലേക്ക് വരുന്ന ഒരു ചടങ്ങായിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിന് വിടവാങ്ങൽ ചടങ്ങ് പഴയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ അതിൽ പ്രേമേന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് 7 മിനിറ്റ്. അദ്ദേഹത്തിന് 7 മിനിറ്റ് ഒന്നും യഥാർത്ഥത്തിൽ ഇല്ല. അപ്പോൾ പുള്ളി ഇതെങ്ങനെയാണ് വളരെ ആർട്ടിക്കുലേറ്റായിട്ട് ചെയ്യുന്നതെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ പുള്ളി നെഹ്റുവിനെ പ്രശംസിച്ച് പ്രസംഗിക്കുന്നു. നെഹ്റു ഇന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ ബഹുമാനം. അത് കഴിയുമ്പോഴത്തേക്ക് സമയം കഴിയുന്നു. അപ്പോൾ സ്പീക്കർ ബെല്ലടിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി എന്താണെന്ന് ചോദിച്ചാൽ വാജ്പേയിയെ പ്രശംസിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ സഭയിൽ വരുമ്പോൾ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. ഞാൻ അദ്ദേഹത്തിൻ്റെ നന്ദി പ്രമേയത്തെ എടുത്തുകൊണ്ടാണ് എൻ്റെ കന്നിപ്രസംഗം നടത്തിയത്. അപ്പോൾ പിന്നെ സ്പീക്കർക്ക് ബെല്ലടിക്കാൻ പറ്റുമല്ലോ. കാരണം വാജ്പേയിയെ പ്രശംസിച്ച ഒരു പ്രതിപക്ഷ മെമ്പർ പറയുമ്പോൾ ബെല്ലടിച്ച് പ്രസംഗം നടത്താൻ പറ്റുമോ? അതോ പറഞ്ഞ് തീർക്കട്ടെ എന്ന് വിചാരിച്ച് പുള്ളി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ വാജ്പേയി അങ്ങനെയായിരുന്നു. അദ്ദേഹം എന്നെ പരാജയപ്പെട്ടു. അദ്ദേഹം രാജിവെക്കാൻ പോകുന്ന പോക്കിൽ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായി എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പാർലമെൻറ്റിൽ കിട്ടിയ ആദ്യത്തെ അഭിനന്ദനം എന്ന് പറയുന്നത്. സത്യത്തിൽ പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും മോഡിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. അതെ, മോഡി ഒരു നെഹ്റുവും അല്ല, ഒരു വാജ്പേയിയും അല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. പക്ഷേ സ്പീക്കർക്ക് അദ്ദേഹത്തെ ഇരുത്താൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ രീതി
തനിക്ക് പറയാനുള്ളത് ഏത് രീതിയിലാണ് ഏത് രീതിയിൽ അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞ് ആ ഒരു സ്കില്ലുണ്ടല്ലോ. അതെ അതെ അതെ. കൊല്ലത്ത് ഈ NDAയുടെ ഒരു സ്റ്റേക്ക് എന്താണ്? NDA ഇപ്പോൾ കഴിഞ്ഞ തവണ NDAക്ക് കുറേ വോട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണയും കാര്യമായിട്ട് അതിൽ കുറേ വോട്ടുകൂടെ പ്രേമേന്ദ്രന് പോകുന്നുണ്ടോ? അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് LDFൻ്റെ വോട്ടും അദ്ദേഹത്തിന് പോകുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ എൻ ബ്ലോക്കായിട്ട് തന്നെ പ്രേമേന്ദ്രന് കിട്ടുന്നുണ്ട്. കാരണം എല്ലാ നവീകരണത്തിനും പള്ളിയിലെ എല്ലാ ചടങ്ങുകൾക്കും പുള്ളി ഉണ്ടാവും. അത് കണക്കാക്കിയിട്ടാണ് ഇയാൾ ഉടനെ RSPയിൽ നിന്ന് വിട്ട് RSSലേക്ക് പോകുന്നതൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതൊന്നും യേശുന്നില്ല. കഴിഞ്ഞ തവണ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രേമേന്ദ്രൻ ഉടനെ BJPയിൽ ചേരും എന്ന പ്രചരണം വ്യാപകമായിട്ട് അഴിച്ചു. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളെന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നു മോദി ഉച്ചയ്ക്ക് അതെ. പിന്നെ മോഡി വിളിച്ചത് BJPക്കാരല്ലാത്ത MP-മാരെയും BJPക്കാരായ MP-മാരോട് ചേർത്ത് ഒരു 10 പേരുടെ അടുത്താണ് അദ്ദേഹം സംസാരിച്ചത്. അത് എവിടെ നിന്നാണ് വിരുന്ന് കഴിച്ചത്? ഈ മൗര്യ ഷെറാട്ടൺ ഹോട്ടലിൽ നിന്നൊന്നുമല്ല, പാർലമെന്റിലെ പാർലമെന്റ് ക്യാൻറ്റീനിലാണ്. മനസ്സിലായില്ലേ? പക്ഷേ പാർലമെന്റ് ക്യാൻറ്റീനിൽ മോഡി ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ കൂടെ ക്യാൻറ്റീനിൽ പോയി പൈസ മോഡി കൊടുത്തു. അതാണ് വ്യത്യാസം. വളരെ ശക്തമായ ആക്രമണമാണ്. നന്നായിട്ട് ആക്രമണം നടത്തുന്നത് പ്രേമേന്ദ്രൻ നല്ലതാണ്. അതെ അതെ, അത് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ UDF നേതൃത്വവും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രേമേന്ദ്രനെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. മുരളീധരനാണ് വളരെ ശക്തമായി പറഞ്ഞത്. ആക്രമിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. പ്രേമേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനിയും വലിയ സാധ്യത തന്നെയാണ് കൊല്ലം തീർച്ചയായിട്ടും. അത് വ്യക്തിപരമായിട്ടും പിന്നെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുള്ള സപ്പോർട്ടുള്ളതുകൊണ്ടും അതെ സാമുദായികമായിട്ടെന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റിക്കും പുള്ളി ഒരുപോലെ പ്രിയകരനാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ മുഖം ആകെ മാറുകയാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനും വരുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ ശൈലിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാം ബൈപ്പാസിന്റെ വീതി വീണ്ടും ബൈപ്പാസിന്റെ ഉദ്ഘാടനം തന്നെ പണ്ട് വലിയ ഇടതുപക്ഷത്തോടുള്ള പൊതുവിൽ നിലനിൽക്കുന്ന ഒരു വികാരം കൊല്ലത്ത് കൂടുതൽ പ്രതിഫലിക്കാനിടയുണ്ടോ? കൊല്ലത്ത് അല്ല, അത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കാര്യം ഭരണത്തിന്റെ ഒരു ചെറിയ വിലയിരുത്തലും അതിൻ്റെ ഉണ്ടാവും. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയാണ് എങ്ങനെയെങ്കിലും പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളത്. അതിന് പറ്റിയ സ്ഥാനാർത്ഥി അതാണ് കുഴപ്പം. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ CPM-ന് ഇപ്പോഴുള്ള ആ ഒരു നേതൃനിര, അതിനപ്പുറത്തേക്ക് താഴേക്ക് ഒരു രണ്ടാം നിര ശരിക്കും കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാൻ പറ്റിയ നേതാക്കളെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. പലപ്പോഴും പണ്ടൊക്കെ കേട്ടിരുന്നത് ഈ പഠിച്ച് കാര്യങ്ങൾ പറയുന്ന നേതാക്കൾ, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ പണ്ട് SFIയുടെയും രണ്ടാം നിരയിൽപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ബാലഗോപാൽ. അവിടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ട് അവിടെ SFI നേതാവായിട്ട് വന്ന ആളാണ്. അതെ അതെ അതെ. രണ്ടാം നിരയൊക്കെ ഉണ്ട്. പക്ഷേ കൊല്ലത്ത് പറ്റിയ പ്രേമേന്ദ്രനെ വെല്ലാൻ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ? നമ്മൾ ഇടതുപക്ഷത്താണ് നിൽക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് RSPക്കാർ കൊല്ലത്തുണ്ട്. പക്ഷേ പ്രേമേന്ദ്രനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ പ്രേമേന്ദ്രൻ വോട്ട് ചെയ്യും. അതാണ് ആ പ്രേമേന്ദ്രനെ മറികടക്കുന്ന ഒരു പ്രേമേന്ദ്രനോടുള്ള ഇഷ്ടം കൊണ്ട് കുറേ CPIക്കാരും ഒട്ടും കുറവല്ലാതെ CPM-കാർ വോട്ട് ചെയ്യും. അതെ. ഈ വോട്ട് കിട്ടുന്നത്. അതെ അതെ. NDAയുടെ വളർച്ച എനിക്കൊന്നും ഈ SNDPയെ കൂട്ടുപിടിച്ച് SNDPയിലൂടെ BDJS രൂപീകൃതമായി BDJSലൂടെ വളരാം എന്നുള്ളൊരു മോഹം, അല്ലെങ്കിൽ BDJSുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ വളരാം എന്നുള്ളൊരു മോഹം NDAയ്ക്കുണ്ട്. അതിപ്പോഴും ഉണ്ട്. കാരണം ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ പ്രത്യേകിച്ച് ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് തന്നെയാണ്. അവരിലേക്ക് കടന്നു കയറിയാൽ മാത്രമേ കേരളത്തിൽ ശക്തമായൊരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള BJPയുടെ ചിന്തയുണ്ട്. പക്ഷേ അതിന് പല സ്ഥലത്തും തിരിച്ചടി നേരിടുകയാണ്. ഇപ്പോൾ കൊല്ലത്ത് അതിന് ഒരു 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 ഊർജം കിട്ടാൻ സാധ്യതയുണ്ടോ സമീപഭാവിയിലെങ്കിലും? അല്ല, കൊല്ലത്ത് BJP എത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നു, അവരാരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വലിയൊരു ട്രയാങ്കുലർ ഫൈറ്റ് നടത്താൻ BJPക്കാർ താല്പര്യപ്പെട്ടാൽ അത് രണ്ട് മുന്നണികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ, വളരെ ജനകീയനായിട്ടൊരു സ്ഥാനാർത്ഥി, അത് അത്രമാത്രം എളുപ്പമാണെന്നുള്ള കാര്യമുണ്ട്. അതൊരു വിഷയമാണ്. കാരണം BDJSന് സാധ്യതയുള്ള സ്ഥലത്ത് അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു പേരാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എവിടെയൊക്കെ മത്സരിക്കും എന്നുള്ളതും ഇപ്പോൾ കോട്ടയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് എന്താണ്? ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ ഒരു ഭാവിയുമില്ല. ഇനി ഭൂതകാലം തന്നെ ഉണ്ടോ എന്ന് സംശയമുള്ളൂ. പിന്നീട് അല്ല, ഇതിപ്പോൾ അവരുടെ ഒരു ഇന്ത്യ സഖ്യം, എൻ്റെ ബലമായ വിശ്വാസം ഈ നരേന്ദ്രമോദി ആണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഐഡിയമായിട്ട് നിതീഷ് കുമാറിനെ മറ്റേ ഭാഗത്തേക്ക് വിട്ടെന്നുള്ളതാണ്. കാരണം ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതിന് ശേഷം പൊളിക്കുക എന്നുള്ളതാണ്. സഖ്യം ഉണ്ടായില്ലെങ്കിൽ സഖ്യമില്ലാതെ വിചാരിച്ചാൽ മതി. അതൊരു വലിയ തന്ത്രമല്ലേ. ഇലക്ഷൻ മുമ്പായിട്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ച് ആവുന്നത്ര ആളുകളെ യോജിപ്പിച്ച് ഒരു സഖ്യം ഉണ്ടാക്കുന്നു. ആ സഖ്യം ഉണ്ടാക്കിയിട്ട് സഖ്യം ഉണ്ടാക്കിയ ആൾ തന്നെ സഖ്യം പൊളിച്ചു പോവുകയാണ്.
അതെ, അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നിതീഷിന്റെ കാര്യം മാത്രമാണോ? എനിക്ക് സംശയമുണ്ട്. മമതാ ബാനർജി പോലും മമതാ ബാനർജി ഇപ്പൊ രാഹുലിനെതിരായിട്ട് പറയുന്നു, മമതാ കോൺഗ്രസിനെതിരായിട്ട് ബാനർജിയുടെ പറയുന്നു. മുഖ്യ ശത്രു ഇപ്പോൾ രാഹുൽ ഗാന്ധി, അധിർ രഞ്ജൻ ചൗധരിയാണ്. നരേന്ദ്രമോദി പുള്ളിക്ക് വിഷയമല്ല. അതെ, മാത്രമല്ല ഈ ആനന്ദ ബോസിനെ കൽക്കട്ടയിലേക്ക് ഗവർണറാക്കി വിട്ടതും അത്ര ഒരു ഇത് വെറുതെ ഒരു ഗവർണറായിട്ട് പോയതല്ല. അതല്ല, ആ ഒരു പൊളിറ്റിക്കൽ ലൈസനിങ് ലൈസൻ ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ അത് ദിവസം വലിയൊരു പാർട്ടി ഇതുവരെ വിജയിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് പാർട്ടികളും ബംഗാളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബംഗാളിന് ഉപരിയായിട്ട് അല്ല, കഴിഞ്ഞ ദിവസം ആനന്ദ ബോസുമായിട്ട് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവർ നമ്മൾ യാതൊരു ശത്രുതയില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണത്തിന്റെ കാര്യത്തിലുണ്ടെന്നാണ്. അന്നേരം അവര് ഒരു എന്താ പറയുന്ന ഒരു അന്തർധാരയുണ്ട്. അതെ അതെ, അതിലിപ്പോ പറഞ്ഞ ജയശങ്കർ പറഞ്ഞ ആ ഒരു തന്ത്രം അത് നിതീഷിലും മമതയിലും എല്ലാം മമതയിൽ വേറൊരു രീതിയിലാണ്. അതെ അതെ അതെ, മമതയെ മമതയാക്കി നിർത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് പിന്മാറ്റി അവരെ നിതീഷിനെ കടയോടുകൂടി പറിച്ച് അപ്പുറത്തേക്ക് വെച്ചു. അവരെ ശരത് പവാറിന്റെ പാർട്ടി നെടുകെ പിളർന്നു. അജിത് പവാറാണ് ശരിക്കുള്ള പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ശിവസേന അതിനു മുമ്പ് തന്നെ പിളർന്നു. പ്രധാനമന്ത്രിയാണിരുന്ന ആളാണ് ശരത് പവാർ. ശരത് പവാർ, അതെ അതെ. നിതീഷ് കുമാറും പ്രധാനമന്ത്രിക്ക് നിന്നത്. പിന്നെ അജിത് സിംഗിന്റെ പാർട്ടി, ഈ ജാട്ടുകളുടെ പാർട്ടി, അവർക്കൊരു ഭാരതരത്നം കിട്ടിയപ്പോൾ അത് മാറി. കൊല്ലത്തിലേക്ക് വരുമ്പോൾ കൊല്ലത്ത് ഈ തീരദേശ വോട്ടുകൾ പലപ്പോഴും ഡിസൈഡിങ് ഫാക്ടർ ആവാറുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അത് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കൊല്ലത്തിൻ്റെ പൊതുവെയുള്ള ഒരു വികാരം തന്നെയായിരിക്കും അവിടെയും പ്രതിഫലിക്കുക. നേരത്തെയും ഈ പണ്ട് ബേബിയും പ്രേമേന്ദ്രനും തമ്മിൽ മത്സരിക്കുമ്പോഴും ആളുകൾ വിചാരിച്ചു ഈ തീരദേശത്തെ വോട്ടുകൾ, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്കിൻ്റെ വോട്ടുകൾ ബേബിക്ക് ഇടുന്നില്ല. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ലത്തീൻ കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലും പ്രേമേന്ദ്രനാണ് ലീഡ് ചെയ്തത്. ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പ്രേമേന്ദ്രനാണ്, നായന്മാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ സ്ഥലത്ത് പ്രേമേന്ദ്രനാണ്. അതിന് ചോദ്യമില്ലല്ലോ. കേരളത്തിലെ ഒരു പോപ്പുലർ എം പി, ഏറ്റവും പോപ്പുലർ എം പി ആണ്. അതെ, അപ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത, അല്ലെങ്കിൽ അതൊന്നും തന്നെ പ്രതികൂലമായി ബാധിക്കാത്ത ഒരു എം പി, ഒരു നേതാവ്, അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ജൈൻ കില്ലർ വരേണ്ടിയിരിക്കുന്നു. അതെ, ജൈൻ കില്ലർ വരേണ്ടിയിരിക്കുന്നു ഇനി പ്രേമേന്ദ്രനെ തോൽപ്പിക്കാനെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മിക്കവാറും ചിന്താചുറവും തന്നെ വേണ്ടി വരും. ഗോലിയാത്തിന്റെ തോൽപ്പിച്ച ദാവീദിന്റെ റോൾ. സംസ്ഥാന കമ്മിറ്റി അംഗമാണല്ലോ. നിലവിൽ ഒരു സാധ്യതയുമില്ല നമ്മുടെ പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ. പ്രേമേന്ദ്രനെ ലഗ്നാലും ചന്ദ്രാലും ബുദ്ധിമുട്ടാണ്. അല്ല, കേരളത്തിലെ UDF ഷുവർ സീറ്റാണോ കൊല്ലം? തീർച്ചയായിട്ടും. എന്തായാലും കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇക്കുറിയും പ്രേമചന്ദ്രൻ അപ്പുറത്തേക്ക് ഒരു പേര് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ഉറപ്പിച്ച സീറ്റായി അത് മാറിയിരിക്കുകയാണ് UDF സംബന്ധിച്ചിടത്തോളം. ഇനി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A ജയശങ്കർ, ഒപ്പം തന്നെ ശ്രീ VS രാജേഷ്, ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി ഒത്തുചേരാം. നമസ്കാരം.